എല്ലാവർക്കും നമസ്കാരം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അഭിജിത് കൃഷ്ണൻ എന്നാണ്. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു 24 രൂപ പോയിൻ്റ് അകലെയാണ് എൻ്റെ വീട്. ഞാനൊരു അക്രൈസ്തവനാണ്. ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആദ്യമായിട്ട് ഞാൻ ഇവിടെ വരുന്നത് 2019 അതിനുശേഷം ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത് 22/12/2022 ഇന്ന് ഞാൻ സാക്ഷ്യം പറയുന്ന ഡേറ്റ് 26/6/2026 എൻ്റെ ജീവിതത്തിൽ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് ഒരു അനുഗ്രഹത്തിൻ്റെ ലെവലിലുള്ള ഒരു സാക്ഷ്യമാണ്. ഇനി എനിക്കൊരു സാക്ഷ്യം കൂടി പറയാനുണ്ട്. കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സെമസ്റ്റർ എക്സാം, പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സമയത്ത് ഓട്ടോമൊബൈലിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുക. ആ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് വയ്യാണ്ടിരിക്കുകയാണ്, എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വയ്യാണ്ടിരിക്കുക. ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ പോവുക, മരുന്ന് കഴിക്കുക, ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എക്സാം വരുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതൊരു പ്രാക്ടിക്കൽ എക്സാമാണ്, മെക്കാനിക്കലാണ് പഠിക്കുന്നത്, എന്താണെങ്കിലും നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ എനിക്ക് വയ്യാത്ത കാരണം കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. 7 എക്സ്പെരിമെൻറ്റുകളുണ്ട്. അതിലേതെങ്കിലും 5 എണ്ണം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. 5 എണ്ണത്തിൽ ഏതാണോ കിട്ടുന്നത് അത് നമ്മൾ ചെയ്യണം. അപ്പോൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ അവിടെ കുറേ പേപ്പറുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു പേപ്പറിൽ നിന്ന് നമ്മൾ എടുക്കണം. പേപ്പറിലുള്ള എന്താണോ അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അമ്മയോട് തലേ ദിവസം തന്നെ അമ്മയോട് പറഞ്ഞു, രാത്രിയിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ചെല്ലുമ്പോഴത്തേക്കും 2ാമത്തെ പേപ്പറേ ഞാൻ എടുക്കുകയുള്ളൂ. 2ാമത്തെ പേപ്പറിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം ഉണ്ടാകണം. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് 2ാമത്തെ പേപ്പർ കിട്ടി. എന്താ കിട്ടിയെന്നറിയോ? എൻജിൻ. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പാടുള്ള സംഭവമാണ്. 7 കോമ്പോണൻസ് വരെ നമ്മൾ ബുക്കിൽ വരയ്ക്കണം, എക്സാം പേപ്പറിൽ വരച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാവരും എക്സാമൊക്കെ എഴുതാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഞാനിരുന്ന് വരക്കില്ല. ഞാൻ മാത്രം കഴിഞ്ഞിട്ടില്ല, ബാക്കി എല്ലാവരും പോയി. ഈ വയ്യാണ്ട് വെച്ചുകൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ല, വയ്യാന്നുള്ള കാര്യം പറയാണ്ടാണ് ഈ എക്സാം ഇരുന്ന് എഴുതുന്നത്. എഴുതി കഴിഞ്ഞ് ഒരു സാറ് വന്നിട്ട് ഈ പേപ്പറെല്ലാം വാങ്ങിച്ചുകൊണ്ട് വേറൊരു സാറിനോട് കൊടുത്തിട്ട് പറഞ്ഞത്, നമുക്ക് ഇവനെല്ലാം അങ്ങോട്ടേക്ക് വിടാം. കാരണം അവിടെ 2 എഞ്ചിനുകൾ ഇരിപ്പുണ്ട്. ഒരു എഞ്ചിൻ നല്ല ഭംഗിയുള്ള സിൽവർ പെയിൻ്റ് അടിച്ചാൽ കണ്ടാൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ തോന്നും. അത്ര നല്ല ഭംഗിയുള്ള ഒരു എഞ്ചിൻ അവിടെ ഇരിപ്പുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു വൃത്തികെട്ട കാണാൻ ഒന്നും കൊള്ളില്ലാത്ത, വഴുക്കൊക്കെ പിടിച്ച് എണ്ണയൊക്കെ ഒഴിച്ചൊക്കെ ഇരിക്കുന്ന ഒരു കാണാൻ ഒന്നും കൊള്ളില്ലാത്ത ഒരു എഞ്ചിൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു സാറ് പറഞ്ഞു, ഇവനെ നമുക്കൊണ്ട് ഒരു പിസ്റ്റൺ അഴിപ്പിക്കാം അതെന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമേ എഞ്ചിൻ കിട്ടിയിട്ടുള്ളൂ. ഇത്രയും പാടുള്ള സാധനം എനിക്ക് മാത്രമേ കിട്ടിയത്. എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്കറിയാം, എഴുതാൻ മാത്രമേ അറിയുള്ളൂ, ചെയ്യാൻ എനിക്ക് എന്നെക്കൊണ്ട് പറ്റില്ല. കാരണം ഈ വയ്യാണ്ടിരിക്കുന്ന ഞാൻ അതിനകത്തു നിന്ന് ഒരു പിസ്റ്റൺ അഴിച്ച് കാണിച്ചാൽ മതി. ഒരു മെക്കാനിക്കലായിട്ടുള്ള ഞാൻ, നിനക്ക് പിസ്റ്റൺ അടിക്കാൻ അറിയാൻ പാടില്ലടാന്ന് ചിലപ്പോൾ ചോദിക്കാം. അറിയാം, പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ നോട്ട് ബൈ മെറിറ്റാണ് നിൽക്കുന്നതിനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ സാറ് പറഞ്ഞ ആ എഞ്ചിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ പിസ്റ്റൺ അഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന്, ടൂൾസ് ഒന്നും ഇല്ലാണ്ട് വാതിക്കെ പോയി ഇങ്ങനെ നിൽക്കുക. എഞ്ചിൻ ഇരിപ്പുണ്ട്, അഴുക്കൊക്കെ പിടിച്ച ഒരു എഞ്ചിൻ ഇരിപ്പുണ്ട്. അപ്പോൾ തൊട്ട് സൈഡിൽ എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരുത്തൻ അവിടെ ഇരുന്ന് ഡിഫറൻഷ്യൽ ഇരുന്ന് അഴിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഇഷ്ടം പോലെ ടൂൾസ് ഉണ്ട്. ഞാൻ ചോദിച്ചൂടാ, എനിക്കൊരു ടൂൾ തരാമോ? പിന്നെ ഇതൊന്നും ഞാൻ നിനക്കൊന്നും തരത്തൊന്നുമില്ല, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ പോയി സാറിനോട് ചോദിക്കണം, ഇത് എൻ്റെ ടൂളാണെന്ന് പറഞ്ഞ് എല്ലാം വാരി വെച്ചുകൊണ്ട് അവിടെ ഇരുന്ന് അഴിക്കുന്നുണ്ട്. ഒന്നുമില്ലാണ്ട് ആ എഞ്ചിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുക. ഞാൻ എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ എന്താ ചെയ്യേണ്ടത്? സമയം പോയിക്കൊണ്ടിരിക്കുന്നു, ഇത് ഞാൻ എങ്ങനെ അഴിക്കാനാണ്? ഞാൻ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്, ഒന്ന് തിരിഞ്ഞൊന്ന് കിട്ടുമോ? ഈ ക്രാങ്ക് ഷാഫ് ഇതൊക്കെ ഒന്ന് വരണ്ടേ? ഒരു പിസ്റ്റണെങ്കിലും ഒന്ന് പുറത്തോട്ട് വരണ്ടേ? മാക്സിമം പറ്റാവുന്ന പോട്ടിൽ ഞാൻ നോക്കുന്നുണ്ട്, ഒന്നും കറങ്ങിപ്പോലും വരുന്നില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞ് ആ മെഷീനിൽ ഞാനിങ്ങനെ കൈവച്ചതേ ഉള്ളൂ. ആ 2ാമത്തെ പിസ്റ്റണിൽ നിന്ന്, ആ ബോറിനകത്ത് നിന്ന് ആ പിസ്റ്റൺ എല്ലാം കൂടെ ആ കണക്റ്റിംഗ് റോഡും എല്ലാം കൂടെ പുറത്തോട്ട് വന്ന് വീണ്, അതിനകത്ത് ബെയറിങ്ങുകളും സാധനങ്ങളും എല്ലാം കൂടെ ആ ഡെസ്കിലേക്ക് വന്ന് വീണ്. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. പിസ്റ്റൺ തന്നെ അഴിഞ്ഞ്. ആ പിസ്റ്റൺ എടുത്ത് ഞാൻ, ബെയറിംഗ് ഉണ്ട്, ഇതെന്താ ഇങ്ങനെ എന്നും പറഞ്ഞിങ്ങനെ നോക്കുമ്പോൾ സാറ് പറയും, ഇതെന്താ ഇത്? ഞാൻ പറഞ്ഞു, ഇത് സാറേ പിസ്റ്റൺ, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? എയർ ഫ്യൂറിലുള്ള മിസ്റ്ററിനെ കംപ്രഷൻ ചെയ്യും, വെച്ചിട്ട് പോക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ബാക്കി പുറകെ ഉള്ളവരൊക്കെ പേപ്പർ എടുത്തിട്ട് നിൽക്കുക വരാൻ വേണ്ടി. അപ്പോൾ ഞാൻ കണ്ടു ഒരുത്തൻ അടുത്തവൻ എഞ്ചിനാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എടാ ഞാൻ ഇതിവിടെ തരികി കയറ്റി വെക്കുന്നുണ്ട്, നീ വന്നിട്ട് അഴിച്ചോ കേട്ടോ എന്നും പറഞ്ഞിട്ട് ഞാൻ നേരെ അവിടുന്ന് കൈയൊക്കെ കഴുകി തിരിച്ച് വന്നപ്പോഴത്തേക്കും അവൻ ആ എഞ്ചിനല്ല കിട്ടിയത്. ആ സിൽവർ കളറുള്ള എഞ്ചിനെന്ന് പറഞ്ഞില്ലേ, ഭംഗിയുള്ള എഞ്ചിൻ ഇട്ട് അഴിക്കുക. എത്ര അഴിച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞത് ഇതാണ്, എടാ ഞാനൊരു 10-15 മിനിറ്റോളം എടുത്ത് അതൊന്ന് അഴിച്ച് കിട്ടാൻ വേണ്ടി. എത്ര നോക്കിയിട്ടും ആ എഞ്ചിൻ അഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, എടാ ഞാനൊന്നും ചെയ്തില്ല, എനിക്ക് എൻ്റെ കഴിവ് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ പിസ്റ്റൺ അഴിഞ്ഞ് കിട്ടി. ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടെന്നല്ലാണ്ട് എനിക്കിതിലൊന്നും പറയാനില്ല. എൻ്റെ കഴിവ് കൊണ്ടല്ല, ഞാനതെൻ്റെ കണ്ണുകൊണ്ട് കണ്ടൊരു കാര്യമാണ്. ആ പിസ്റ്റൺ തന്നെ അഴിഞ്ഞ് വന്നതാണ്. ഞാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഒന്നും എൻ്റെ കഴിവ് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്.
2 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ കോളേജിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ ചേട്ടൻ എക്സാം എഴുതിയായിരുന്നു ഓട്ടോമൊബൈലിൽ. ഞാൻ പറഞ്ഞു എഴുതി, എന്താ? ചേട്ടൻ എഴുതിയ എക്സാമാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സാറുമാർ കൊണ്ടുവന്ന് വെച്ച് പഠിപ്പിക്കുന്നതെന്ന്. ഇതിൽ കൂടുതൽ എന്ത് കിട്ടാനാ? ഇന്നേ വരെയും ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ ഒരാളായ എക്സാം എഴുതിയിട്ടില്ല. അത്രയും വൃത്തിയായിട്ട് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരാളായ ഞാൻ, എന്നെപ്പോലെ അങ്ങനെ ഒരാളായ എക്സാം എഴുതിയിട്ടില്ല. ഇതിൽ കൂടുതൽ ദൈവത്തിന് ഞാൻ എന്ത് നന്ദി പറയാനാണ്? രണ്ടാമത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം, 10 വർഷത്തിന് മേളിലായിട്ട് എൻ്റെ ശരീരത്തിൽ, എൻ്റെ തുടയുടെ ഇടുക്കുകളിലും ദേഹത്തും ഒക്കെ ആയിട്ട് ഒരുപാട് പാടുകൾ റൗണ്ട് ഷേപ്പിലൊക്കെ ആയിട്ട് ഉണ്ടാകുമായിരുന്നു. കുളിക്കുന്ന സമയത്ത് ഇത് മാഞ്ഞു പോകും, കാണത്തില്ല. വിയർത്ത് കഴിഞ്ഞാൽ ഒരു ഗ്രേയിഷ് കളറാകും. നമ്മൾ ശരിക്കും ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ചുരണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് കൂടുതലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, യാത്രകൾ പോകുമ്പോൾ അവിടെ ചെന്ന് ബാത്റൂമിലേക്ക് കയറി അത്ര കറപ്പ് തോന്നിപ്പോവും. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. 10 വർഷത്തിന് മേളിലായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് തരത്തിലുള്ള മരുന്നുകൾ, ക്ലോട്രിമോസിലോ അങ്ങനെ എന്തൊക്കെയാണ് ആ മരുന്നിൻ്റെ പേര്, ഒരുപാട് പല കൂടിയത് വീര്യം കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മരുന്നുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെയും അതിനുള്ള ഒരു ഫലം ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലം എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എനിക്കിപ്പോൾ അങ്ങനെ ഒരു പാട് പോലുമില്ല. ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. വളരെ ചുരുക്കി പെട്ടെന്ന് തന്നെ ഞാൻ പറയാം. എനിക്ക് കുറച്ച് പൈസ ഞാൻ ഒരാൾക്ക് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈസ കിട്ടാൻ വേണ്ടി ആർക്കും ആ പൈസ തിരിച്ച് കിട്ടിയിട്ടില്ല. അവർ ആരുടെയെല്ലാം കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടോ അവർക്കൊന്നും പൈസ തിരിച്ച് കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് ആ പൈസ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് തിരിച്ച് കിട്ടി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു 1.5 മാസത്തോളമായിട്ട് എനിക്ക് അവിടുത്തെ സാലറി കിട്ടുന്നുണ്ടായിരുന്നില്ല. സാലറി കിട്ടാണ്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അങ്ങനെ ഈ സാലറിയുടെ കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യും എൻ്റെ ദൈവമേ? ഡിസംബർ മാസം കഴിയുമ്പോഴത്തേക്കും അവർ പൂട്ടിക്കെട്ടി പോകും. ഡിസംബർ മാസം കഴിഞ്ഞിട്ടും സാലറി കിട്ടാത്ത സാഹചര്യം ആയപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ അറിഞ്ഞു, പ്രശ്നമായി. എങ്ങനെയെങ്കിലും പോയി സാലറി വാങ്ങിക്കണം. പക്ഷേ അവരുണ്ടോ, കമ്പനിയിലുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. ഞാൻ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. വീട്ടിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോഴത്തേക്കും അച്ഛൻ ആ ധ്യാനത്തിൽ പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വായിക്കണം. അതിലെന്താണോ എഴുതിയിട്ടുള്ളത് അത് നിങ്ങളോട് ദൈവം സംസാരിക്കുന്നതാണെന്ന്. ഒന്നും നോക്കില്ല. അച്ഛൻ പറയുന്നു, അമ്മ പറയുന്നു, വീട്ടുകാർ പറയുന്നു, നാട്ടുകാർ ഒന്നും ഞാൻ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് സങ്കീർത്തനം 45. നീതി നിൻ്റെ ഭാഗത്താണ്, നിൻ്റെ വലത്തെ കൈ ഭീതി വിധിക്കട്ടെ, പൊയ്ക്കോളാൻ പറഞ്ഞു, മുന്നോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അന്ന് രാവിലെ തന്നെ ഞാൻ അതും കൊണ്ട് പോയതാണ്. ജനുവരി 9-ാം തീയതി തൊട്ടാണ് ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങുന്നത്. ആ മാസത്തിൽ തന്നെ എനിക്ക് കിട്ടാനുള്ള എല്ലാ പൈസകളും എനിക്ക് കിട്ടി. ഇതുപോലെ തന്നെ കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത്, ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പോയി കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. ആ ആക്സിഡൻറ്റിൽ നിന്ന് എയർ വാതിലാണ്, നമുക്കറിയാമല്ലോ ബസ്സിൽ അടയ്ക്കുന്ന വാതിൽ എയറിൻ്റെ വാതിലാണ്. അതിനകത്ത് പെട്ടുപോയാൽ പിന്നെ ഒടിഞ്ഞു മാഞ്ഞൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ കാല് അതിൽ എന്നെ ആരും പുറകിലേക്ക് വലിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ കാല് അതിൽ പോയി. പക്ഷേ ചെരുപ്പ് ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞിരിപ്പുണ്ട്. എൻ്റെ കാലിനൊന്നും പറ്റിയില്ല. ഇതുപോലെ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞ് ഏറ്റുമാനൂർ അമ്പലത്തിനടുത്തെത്തിയപ്പോഴത്തേക്കും ഒരു ബസ് വന്ന് ഒരൊറ്റയിടി. ആ ബസ് വളഞ്ഞു വന്ന് എന്നെ ഇടിച്ചതാണ്. പക്ഷെ ആരും മുന്നിലേക്ക് തള്ളുന്ന പോലെ, ഈ 2 സ്ഥലങ്ങളിലും ഒന്ന് പുറകിലേക്ക് വലിക്കുന്ന പോലെയും ഒന്ന് മുന്നിലേക്ക് തള്ളുന്ന പോലെയും എനിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അതുപോലെ എൻ്റെ കണ്ണിന് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. 6/6 ഇല്ലാതിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് സാക്ഷ്യം പറയാനായിട്ട് ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ? സാക്ഷ്യം പറയാണ്ട് ഇനി ഞാൻ ഉടമ്പടി പുതുക്കില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ അൾത്താരക്കകത്ത് ഞാൻ കയറില്ല എന്നാണ് പറഞ്ഞത്. കാരണം അത്രമാത്രം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വിശേഷ വിധിപ്രകാരം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ചെയ്തിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളോട് നിങ്ങൾ ജസ്റ്റ് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിൽ തുടങ്ങി തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര വരെയും ഓരോ നഗരസഭകളിലും ഞാൻ പോയിട്ടുണ്ട്, പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തമിഴ്നാട്ടിലെ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പോയിട്ടുണ്ട്. ഓരോ ബസ്സുകളിലും ഞാൻ കയറി നിന്ന് അവിടെ ഇതുപോലെ സംസാരിക്കും, പ്രസംഗിക്കും. വചനത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വചനമില്ലേ, പ്രസംഗിക്കുമെന്ന് ദൈവത്തിൻ്റെ അരുൾപ്പാട് എന്നതുപോലെ സംസാരിക്കുക. ഞാൻ ആ ഒരു പവറോട് കൂടിയിട്ടാണ് അവരോട് സംസാരിച്ചിട്ടുള്ളത്. ഒരുപാട് കാരുണ്യ പ്രവൃത്തികളും ഞാൻ ചെയ്തിട്ടുണ്ട്. അനാഥാലയങ്ങൾ, അഗതി മന്ദിരങ്ങളിൽ ഒക്കെ പോയിട്ട് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ അവർക്കെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്ത് പറവൂർ ബസ് സ്റ്റാൻഡിൽ കാരുണ്യ പ്രവൃത്തിയായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്തൊരു കാര്യമാണ് അവിടെ ഇതുപോലെ നിന്ന് പാട്ട് പാടിയിട്ടുള്ളത്. ഞാൻ ആദ്യം പാടിയതുപോലെ
അവർ പ്രസംഗിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വന്നത്, ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ മറ്റുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടിയിട്ടൊക്കെ പാടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് ഈ ചെറിയ സാഹചര്യങ്ങളിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വസ്ത്രങ്ങൾ കൊടുക്കാൻ തൃശ്ശൂർ വരെയും പോയിട്ടാണ് ഞാൻ വസ്ത്രങ്ങൾ ഓരോ സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൂടാണ്ട് മറ്റൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പോലെ സോഷ്യൽ ആപ്ലിക്കേഷനിലൊക്കെ ഞാൻ ആക്റ്റീവാണ്. അതുകൊണ്ട് ഇവിടുത്തെ ധ്യാനങ്ങൾ, അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ, അതുകൂടാതെ ഡെയിലി ബ്രെഡുകൾ, ഇതെല്ലാം ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ക്രോപ്പ് ചെയ്തിട്ട് അതിനോട് ലിങ്ക് കോപ്പി ചെയ്തിട്ടാണ് ഞാൻ എല്ലായിടത്തും പോസ്റ്റ് ചെയ്തുകൊണ്ടത്. അല്ലെങ്കിൽ ചുമ്മാ എടുത്ത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുകയല്ല ചെയ്തുകൊണ്ടിരുന്നത്. കാണട്ടെ, എന്നെ കളിയാക്കുന്നവരും വിമർശിക്കുന്നവരും ഒക്കെ കണ്ടിട്ട് പോകണമെങ്കിൽ പൊക്കോട്ടെ എന്ന് ഓർത്തു. അൺഫോളോ അടിക്കണമെങ്കിൽ അൺഫോളോ അടിച്ചോട്ടോ എന്ന് ഓർത്തു. എന്ത് പറഞ്ഞാലും ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഇവിടെ കാല് കുത്തിയിട്ട് ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ രക്ഷപ്പെടില്ല എന്നു. അതിങ്ങനെ പറയാൻ കാരണം ഇനി അടുത്ത സാക്ഷ്യത്തിൽ ഞാൻ പറയാം. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു.